ഹായ് ഹലോ അസ്സലാമു അലൈക്കും. സുഖമല്ലേ? സ്വർണത്തിനൊക്കെ എന്താല്ലേ വില? ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, നമ്മൾ അയച്ചു തരും കേട്ടോ. പിന്നെ മ്യൂസിക് മാത്രം കൊടുത്തതിൽ ഈ പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സൗണ്ട് കൊടുത്തത്. അപ്പോൾ മുഴുവനായിട്ടൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ഗാന്ധിജി. എൻ്റെ ജീവിതകഥ. മഹാത്മാഗാന്ധി. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ ഷാനൂസ് ഹോമിയോപ്പതി ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ. അധ്യായം 10. ഇംഗ്ലീഷ് മാന്യന്റെ വേഷത്തിൽ. എന്റെ സ്നേഹിതൻ എന്നെക്കുറിച്ചുള്ള ഉത്കണ്ഠ അവസാനിപ്പിച്ചിരുന്നില്ല. ഒരു ദിവസം നാടകശാലയിൽ പോകാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. നാടകത്തിനു മുൻപ് ഹോൾബോൺ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിരുന്നു ഉദ്ദേശ്യം. സ്നേഹിതൻ എന്നെ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോയത് വിനയം മൂലം ഞാൻ ചോദ്യങ്ങൾ ഒഴിവാക്കും എന്ന് വിചാരിച്ചാണ്. അവിടെയാണെങ്കിൽ വളരെ പേർ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു താനും. സ്നേഹിതനും ഞാനും ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവുമായിരുന്നു. ആദ്യം വിളമ്പിയത് സൂപ്പാണ്. അതെന്തുകൊണ്ടുണ്ടാക്കിയതാണെന്ന് എനിക്ക് സംശയമായി. പക്ഷേ സ്നേഹിതനോട് അതേപ്പറ്റി ചോദിക്കാൻ ധൈര്യമില്ലായിരുന്നു. ഞാൻ വിളമ്പുകാരനെ അടുത്ത് വിളിച്ചു. സ്നേഹിതൻ എന്താണ് കാര്യമെന്ന് ഗൗരവത്തിൽ എന്നോട് ചോദിച്ചു. അത് സസ്യസൂപ്പാണോ എന്ന് അന്വേഷിക്കാനാണ് വിളിച്ചതെന്ന് വളരെ മടിയോടെ ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കോപാവേശത്തോടെ പറഞ്ഞു, മാന്യന്മാരുടെ കൂട്ടത്ത് കൂട്ടാൻ നിങ്ങളെ കൊള്ളില്ല. നിങ്ങൾക്ക് മര്യാദയായി പെരുമാറാൻ അറിയില്ലെങ്കിൽ പോയിക്കോളൂ. മറ്റു വല്ല റെസ്റ്റോറൻറ്റിലൊന്നും ഭക്ഷണം കഴിച്ചിട്ട് പുറത്ത് കാത്തു നിന്നാൽ മതി. ഇത് എന്നെ ആഹ്ലാദിപ്പിച്ചു. ഞാൻ പുറത്തുപോയി. അവിടെ അടുത്തുതന്നെ ഒരു സസ്യഭക്ഷണശാല ഉണ്ടായിരുന്നു. പക്ഷേ അത് അടച്ചിരുന്നു. അതിനാൽ ആ രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചില്ല. സ്നേഹിതന്റെ കൂടെ ഞാൻ നാടകശാലയിലേക്ക് പോയി. പക്ഷേ എൻ്റെ പെരുമാറ്റത്തെപ്പറ്റി അദ്ദേഹം ഒരിക്കലും ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എനിക്കാണെങ്കിൽ ഒന്നും പറയാനില്ലായിരുന്നു താനും. ഞങ്ങൾ തമ്മിലുണ്ടായ അവസാനത്തെ സ്നേഹപൂർവമായ കലഹമായിരുന്നു അത്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അതല്പം പോലും ബാധിച്ചില്ല. എൻ്റെ സ്നേഹിതന്റെ ഇത്തരം പ്രവൃത്തികൾക്ക് പിന്നിലുള്ള സ്നേഹത്തെ കാണാനും ആദരിക്കാനും എനിക്ക് കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ ചിന്തയിലും പ്രവൃത്തിയിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് വിശേഷിച്ചും എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിച്ചു. അതോടൊപ്പം അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷം നൽകണമെന്നും ഇനിമേൽ ഞാനൊരു പ്രാകൃതനായിരിക്കില്ല, പരിഷ്കാരിയാകാൻ ശ്രമിക്കും, മാന്യ സമൂഹത്തിന് യോജിച്ച മറ്റ് നൈപുണ്യങ്ങൾ വളർത്തിക്കൊണ്ട് സസ്യഭക്ഷണത്തിന് പ്രതിവിധി ചെയ്യും എന്ന് അദ്ദേഹത്തിന് ഉറപ്പു നൽകണമെന്നും തീരുമാനിച്ചു. ഈ ലക്ഷ്യം പ്രാപിക്കാനായി ഒരു ഇംഗ്ലീഷ് മാന്യനാവുക എന്ന അസാധ്യ കാര്യമാണ് ഞാൻ ഏറ്റെടുത്തത്. ബോംബെയിലെ സമ്പ്രദായമനുസരിച്ച് ഞാൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഇംഗ്ലീഷുകാരുടെ ഇടയ്ക്ക് യോജിച്ചതല്ലെന്ന് എനിക്ക് തോന്നി. അതിനാൽ കരസേനയുടെയും നാവികസേനയുടെയും കടകളിൽ നിന്ന് ഞാൻ പുതിയ ഉടുപ്പുകൾ വാങ്ങി. അന്നത്തെ നിലയ്ക്ക് വലിയ വിലയായ 19 ഷില്ലിംഗ് കൊടുത്ത് ഒരു ചിമ്മിനിപ്പാത്ര തൊപ്പിയും ചിമ്നി പോട്ട് ഹാറ്റ് ഞാൻ വാങ്ങി. ഇതുകൊണ്ടും തൃപ്തനാകാതെ ലണ്ടനിലെ പരിഷ്കാര ജീവിതത്തിന്റെ കേന്ദ്രമായ ബോണ്ട് സ്ട്രീറ്റിൽ നിന്ന് ഒരു ജോഡി സായാഹ്ന വസ്ത്രങ്ങൾ വാങ്ങാൻ 10 പവൻ തന്നെ തുലച്ചു. സ്വർണം കൊണ്ടുള്ള ഒരു ഇരട്ട വാച്ച് ചെയിൻ എൻ്റെ നല്ലവനും മഹാമനസ്കനുമായ ഏട്ടനെക്കൊണ്ട് അയപ്പിക്കുകയും ചെയ്തു. കെട്ടിയൊരുക്കിയ ടൈ ധരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ടൈ കെട്ടുന്ന കല ഞാൻ അഭ്യസിച്ചു. ഇന്ത്യയിലായിരുന്ന കാലത്ത് കുടുംബക്ഷുരകൻ വന്ന് ക്ഷൗരം ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്ന ഒരു ആഡംബര വസ്തുവായിരുന്നു കണ്ണാടി. ഇവിടെയാകട്ടെ എന്നെ തന്നെ നോക്കിക്കൊണ്ടും ടൈ ശരിപ്പെടുത്തിക്കൊണ്ടും തലമുടി ശരിയായ ഫാഷനിൽ പകുത്തുവെച്ചുകൊണ്ടും ദിവസവും വലിയൊരു കണ്ണാടിക്ക് മുൻപിൽ 10 മിനിറ്റ് വീതം നഷ്ടപ്പെടുത്തി. എൻ്റെ തലമുടി തീരെ മിനുസമില്ലാത്തതായിരുന്നു. അതുകൊണ്ട് അതിനെ വേണ്ട പോലെ നിർത്താൻ ദിവസവും ബ്രഷ് കൊണ്ട് യുദ്ധം വെട്ടേണ്ടി വന്നു. തൊപ്പി വെക്കുകയും എടുക്കുകയും ചെയ്യുന്ന ഓരോ സമയത്തും മുടി നേരെയാക്കാൻ വേണ്ടി കൈ തനിയെ തലയുടെ നേർക്ക് പോകുമായിരുന്നു. പരിഷ്കൃത സമൂഹത്തിലിരിക്കുമ്പോഴും ഇതേ ആവശ്യത്തിനായി കൈ ഇടയ്ക്കിടെ ചലിക്കുമായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇവയെല്ലാമായിട്ടും പോരെന്ന് തോന്നുകയാൽ
ഒരു ഇംഗ്ലീഷ് മാന്യനാകാൻ വേണമെന്ന് കരുതപ്പെട്ടിരുന്ന മറ്റു കാര്യങ്ങളിലേക്കും ഞാൻ ശ്രദ്ധ തിരിച്ചു. നൃത്തവും ഫ്രഞ്ച് ഭാഷയും പ്രസംഗവൈഭവവും അഭ്യസിക്കേണ്ടതാണെന്ന് ആരോ എന്നോട് പറഞ്ഞു. അയൽരാജ്യമായ ഫ്രാൻസിലെ ഭാഷ മാത്രമായിരുന്നില്ല ഫ്രഞ്ച്. ഞാൻ യാത്ര ചെയ്യണമെന്ന് ആശിച്ച യൂറോപ്യൻ വൻകരയിലെ പൊതുഭാഷ കൂടിയായിരുന്നു അത്. നൃത്തം പഠിക്കാൻ തീരുമാനിക്കുകയും ക്ലാസ്സിൽ ചേർന്ന് ഒരു ടേമിലേക്കുള്ള ഫീസ് 3 പവൻ അടയ്ക്കുകയും ചെയ്തു. 3 ആഴ്ച കൊണ്ട് എനിക്ക് 6 പാഠം പഠിക്കണമായിരുന്നു. പക്ഷേ താളത്തിനൊത്തുള്ള ചലനം എനിക്ക് അസാധ്യമായ ഒന്നായിരുന്നു. പിയാനോവിൻ്റെ പാഠം ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിൻ്റെ താളം പാലിക്കാനും സാധിച്ചില്ല. അപ്പോൾ ഞാൻ എന്തു ചെയ്യും? കൽപ്പിത കഥയിലെ സന്യാസി എലികളെ ഓടിക്കാൻ ഒരു പൂച്ചയെ പോറ്റി. അതിനുശേഷം പൂച്ചയ്ക്ക് പാല് കൊടുക്കുവാൻ ഒരു പശുവിനെ, അത് കഴിഞ്ഞ് പശുവിനെ പോറ്റാൻ ഒരു മനുഷ്യനെ. അതങ്ങനെ പോകുന്നു. എൻ്റെ സ്വപ്നവും ആ സന്യാസിയുടെ കുടുംബം പോലെ വളരുവാൻ തുടങ്ങി. പാശ്ചാത്യ സംഗീതത്തിൽ അഭിരുചി ഉണ്ടാക്കാൻ വയലിൻ പഠിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അതിനാൽ വയലിൻ വാങ്ങാൻ 3 പവൻ മുടക്കി. ഫീസിന് വേറെയും കുറെ മുടക്കി. പ്രസംഗം അഭ്യസിപ്പിക്കാൻ 3ാമതൊരു അധ്യാപകനെയും തേടിപ്പിടിച്ചു. പ്രാരംഭ ഫീസായി ഒരു ഗിനി കൊടുക്കുകയും ചെയ്തു. ബെല്ലിൻ്റെ മാതൃകാ പ്രസംഗകൻ, സ്റ്റാൻഡേർഡ് എലക്യൂഷനിസ്റ്റ്, അദ്ദേഹം പാഠപുസ്തകമായി നിർദ്ദേശിച്ചു. ഞാൻ അതും വാങ്ങി. പെറ്റിൻ്റെ ഒരു പ്രസംഗം കൊണ്ട് പഠനം ആരംഭിച്ചു. പക്ഷെ ഇതിൻ്റെയെല്ലാം ലക്ഷ്യമെന്തെന്ന് അധികം താമസിയാതെ തന്നെ ഞാൻ സ്വയം ചോദിക്കുവാൻ തുടങ്ങി. എനിക്ക് ജീവിതകാലം മുഴുവൻ ഇംഗ്ലണ്ടിൽ ചെലവഴിക്കേണ്ടതില്ലല്ലോ എന്ന് ഞാൻ സ്വയം പറഞ്ഞു. ആ സ്ഥിതിക്ക് പ്രസംഗം പഠിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? നൃത്തത്തിന് എങ്ങനെയാണ് എന്നെ ഒരു മാന്യനാക്കുവാൻ കഴിയുക? വയലിനാകട്ടെ എനിക്ക് ഇന്ത്യയിൽ പഠിക്കാൻ കഴിയും. ഞാനൊരു വിദ്യാർത്ഥിയാണ്. എൻ്റെ പഠനങ്ങളുമായി മുന്നോട്ട് പോകണം. എനിക്ക് ബാരിസ്റ്ററാകാൻ വേണ്ട യോഗ്യത നേടണം. സ്വഭാവം കൊണ്ട് ഞാനൊരു മാന്യനായാൽ അത്രയും നന്ന്. അല്ലാത്ത പക്ഷം ആ മോഹം ഉപേക്ഷിക്കുക തന്നെ. ഇത്തരം ചിന്തകൾ എന്നെ ആവേശിക്കുകയും ഒരു കത്തിൽ ഞാൻ അവ ആവിഷ്കരിക്കുകയും ചെയ്തു. പ്രസംഗം പഠിപ്പിക്കുന്ന അധ്യാപകനുള്ള കത്തായിരുന്നു അത്. തുടർന്നുള്ള പാഠങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അതിൽ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. 2-3 പാഠങ്ങളെ എടുത്തിരുന്നുള്ളൂ. അതുപോലൊരു കത്ത് നൃത്തം പഠിപ്പിച്ചിരുന്ന അധ്യാപകനും എഴുതി. വയലിൻ പഠിപ്പിച്ചിരുന്ന അധ്യാപികയുടെ അടുത്ത് നേരിട്ട് ചെന്ന് എൻ്റെ വയലിൻ കിട്ടുന്ന വിലയ്ക്ക് വിറ്റുതരാൻ അപേക്ഷിച്ചു. അവർ എന്നോട് സുഹൃത്തിനെ പോലെയാണ് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് ഞാൻ തെറ്റായ ആദർശമാണ് പിന്തുടരുന്നതെന്ന് കണ്ടെത്തിയത് എങ്ങനെയെന്ന് അവരോട് പറഞ്ഞു. സമ്പൂർണ്ണ പരിവർത്തനം വരുത്താനുള്ള എൻ്റെ തീരുമാനത്തെ അവർ പ്രോത്സാഹിപ്പിച്ചു. ഈ മാന്യതാഭ്രമം ഏകദേശം 3 മാസം നീണ്ടുനിന്നു. വസ്ത്രധാരണത്തിലുള്ള കർശന ചിട്ട വർഷങ്ങളോളം നിലനിന്നു. പക്ഷേ ഈ ഘട്ടം മുതൽ ഞാനൊരു വിദ്യാർത്ഥിയായി മാറി. എൻ്റെ ജീവിതകഥ. മഹാത്മാഗാന്ധി. അവതരണം ബന്ന ചേന്മംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ്.